ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? കുറേ ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊന്ന് ഏകദേശം 10 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ത്രോട്ട് പെയിനൊക്കെ കുറഞ്ഞു. അപ്പം മെസ്സേജ് അയച്ച് ചോദിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള, പേഴ്സണലി എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷമായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹം നടക്കാനായിട്ട് പോകുന്ന ദിവസമാണ്. അപ്പം ഒരുപാട് തവണ ഈ ഒരു ആഗ്രഹം നടത്താനായിട്ട് നമ്മൾ ശ്രമിച്ചെങ്കിലും പക്ഷെ നടന്നില്ല. അവസാനം ആ ഒരു ദിവസം വന്നെത്തി. നമ്മളങ്ങനെ ഞാൻ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്തേക്ക് പോകാട്ടോ. അപ്പം നമ്മൾ അച്ഛനും അമ്മയും ഞാനും ദിനവും പാത്തും കൂടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 5 മണിയായപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാൻ പറയാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മൂകാംബിക ദേവിയെ കണ്ടു തൊഴാനായിട്ട് ആഗ്രഹിക്കാത്തവരുണ്ടോ? ആഗ്രഹമുണ്ടായാൽ മാത്രം പോരാ കേട്ടോ. എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, ദേവി കൂടി അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് ആ നടക്കിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒരുപാട് തവണ നമ്മൾ പോകാനായിട്ടൊക്കെ ഒരുങ്ങിയതാണ്. ആ സമയത്തൊക്കെ ഓരോ കാരണങ്ങൾ വന്ന് നമുക്കത് മുടങ്ങിപ്പോയിക്കൊണ്ടേയിരുന്നു. അവസാനം ഈ ഒരു സമയത്ത് നമ്മുടെ തീരുമാനവും ദേവിയുടെ അനുഗ്രഹവും എല്ലാം കൊണ്ട് നമുക്ക് പോകാനായിട്ടുള്ളൊരു സമയമായി. അങ്ങനെ നമ്മൾ മൂകാംബിക ദേവിയുടെ അടുക്കലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. അപ്പോൾ അധികം ഈ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മൂകാംബിക പോകുന്ന റൂട്ടിൽ അധികം ഹോട്ടൽസ് ഒന്നും ഇല്ല കേട്ടോ. കടകളൊന്നും കാണാൻ പോലും ഇല്ല. അപ്പോൾ കണ്ട ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ഇഡ്ഡലിയും വടയും സാമ്പാറും ചട്നിയാണ് പറഞ്ഞത്. നമ്മളും അത് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോവാണ്. പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ കാഴ്ചകളാണ്. നമ്മുടെ പ്രകൃതി ഭംഗി അറിഞ്ഞ് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡാണ് കേട്ടോ. പക്ഷെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ വേറെ കടകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളവും കഴിക്കാനുള്ള സാധനങ്ങളും ഒക്കെ കരുതുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ പാത്തു പിന്നെ ഉറങ്ങി. കാരണം രാവിലെ എണീറ്റതല്ലേ. അപ്പോൾ പിന്നെ അവൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പിടിച്ചോളാമെന്ന് പറഞ്ഞ് പുറകിലേക്ക് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അച്ഛൻ്റെ മടിയിലിരുന്ന് കേട്ടോ അവൾ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അമ്മയും ചെറുതായിട്ടൊന്ന് മയങ്ങി. കാരണം രാവിലെ എണീറ്റപ്പോൾ എല്ലാവർക്കും ഒരു ക്ഷീണമായി. അതുമാത്രമല്ല ഭയങ്കര വെയിലും കൂടി കേട്ടോ. അപ്പോൾ ക്ഷീണം കൂടും. പിന്നെ ദിനുവിനും ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് വണ്ടി നമ്മൾ സൈഡിലേക്ക് ഒതുക്കിയിട്ടിട്ട് ദിനുവും കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഒരു അരമണിക്കൂർ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട്. കാരണം ഉറക്കം വന്നു കഴിഞ്ഞാൽ, ഡ്രൈവ് ചെയ്യുന്നവരെ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങി ആ ഒരു ക്ഷീണം മാറ്റിയതിന് ശേഷം വീണ്ടും ഡ്രൈവ് ചെയ്യായിരിക്കും ബെറ്റർ. നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലാതെ ഉറക്കം വരുന്ന സമയത്ത് ഡ്രൈവ് ചെയ്ത് പോകാറില്ല. അങ്ങനെ ഉറക്കക്ഷീണമൊക്കെ മാറി ഒരു 20 മിനിറ്റ് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദിനു ഓക്കെ ആയി. പിന്നെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. പിന്നെ നമ്മൾ പോകുന്നത് കർണാടകയിലെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടിയാട്ടോ മൂകാംബികയിലേക്ക് പോകുന്നത്. അപ്പോൾ 2 സൈഡിലും കൂടുതലും കൃഷി സ്ഥലങ്ങളാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡാമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ അധികം കൃഷിയൊക്കെ നമുക്ക് ഈ വന്ന വഴിക്ക് കാണാനായിട്ട് പറ്റി. അങ്ങനെ നമ്മൾ പോന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു തൂക്കുപാലം കണ്ടു. അപ്പോൾ അന്ന് ജസ്റ്റ് ഒന്ന് തൂക്കുപാലത്തിലൊന്ന് ഇറങ്ങി കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഒന്ന് നിർത്തിയതാണ് കേട്ടോ. പിന്നെ അച്ഛനും ഞാനും ദിനുവും പാത്തുവും കൂടെ തൂക്കുപാലത്തെ കയറാനായിട്ട് പോയി. അമ്മയ്ക്ക് പേടിയാട്ടോ ഇങ്ങനെയുള്ള തൂക്കുപാലത്തെ കയറാനും അതുപോലെ ഒരുപാട് നിലകളുടെ മുകളിലേക്ക് പോകാനൊക്കെ ആണെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അമ്മ വരുന്നില്ല, അമ്മ അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്ന് അങ്ങോട്ടേക്ക് പോയി. ഈ തൂക്കുപാലത്തെ കൂടെ വണ്ടിയൊക്കെ സ്കൂട്ടറും ബൈക്കും ഒക്കെ കയറി പോകും കേട്ടോ. അപ്പോൾ അവർക്ക് പോകാനായിട്ടുള്ളൊരു വഴി കൂടിയാണ് ഈ ഒരു തൂക്കുപാലം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെള്ളം കാണാമെന്ന് പറഞ്ഞിട്ട് പാത്തുവിനെ കൊണ്ട് പോയതാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സൗണ്ട് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ആ ഒരു കറക്റ്റ് ത്രോട്ട് പെയിൻ മാറി ആ ഒരു പഴയ വോയിസിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ തൂക്കുപാലത്തെ നിന്ന് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം നിന്നില്ല വെയിൽ കാരണം. തിരിച്ച് നമ്മൾ പോന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്ത് നമ്മൾ ആദ്യം വരുന്നത് മുരുടേശ്വറിലേക്കാണ്. കാരണം നമ്മൾ രാവിലെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു മുരുടേശ്വർ വന്ന് തൊഴുത് രാത്രിയിൽ മൂകാംബിക പോയി കിടന്ന്, അവിടെ നമ്മൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ അവിടെ പോയി കിടന്ന് രാവിലെ മൂകാംബികയിൽ തൊഴുത് തിരിച്ചു പോരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തലേന്ന് മുരുടേശ്വർ നേരെ പോയത്. കാരണം നമുക്ക് സമയമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുരുടേശ്വർ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ആദ്യം ഫ്രണ്ടിൽ തന്നെ കാണുന്നത് ഒരു രാജഗോപുരമാണ് കേട്ടോ. വിസിറ്റിംഗ് ടൈമിലാണ് നമ്മൾ അമ്പലത്തിൽ എത്തുന്നതെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിച്ച് ഗോപുരത്തിൻ്റെ മുകളിലേക്ക് പോകാവുന്നതാണ്.
കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മുരുടേശ്വര അമ്പലം പ്രവേശന സമയം രാവിലെ 6 മണി മുതൽ 1 മണി വരെയും ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 8 മണി വരെയുമാണ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു രാജഗോപുരവും അതുപോലെ തന്നെ ശിവൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. ആ ഒരു സ്റ്റാച്ചു ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ മനോഹരമായ വ്യൂ ആണ് കേട്ടോ. കാരണം കടലിനാൽ ചുറ്റപ്പെട്ട് കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അമ്പലം ആയതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് കയറി തൊഴാനായിട്ട് പറ്റി. അകത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് തൊഴാനായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ അകത്ത് കയറിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് മേളിലേക്ക് ശിവൻ്റെ സ്റ്റാച്ചു കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ വന്ന് കഴിയുമ്പോഴും വളരെ മനോഹരമായൊരു വ്യൂ ആണ് കാണുന്നത്. ഇവിടെ നിൽക്കുമ്പോഴും നമുക്ക് ആ ഒരു രാജഗോപുരം മുഴുവനായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ശിവൻ്റെ സ്റ്റാച്ചു, നന്ദി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മേളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാച്ചു നമുക്ക് അടുത്ത് കാണുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു ഫീലിങ്സ് ആണ് കേട്ടോ. കാരണം ആ ഒരു രുദ്രാക്ഷം പോലും അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അത്ര പെർഫെക്ഷനോട് കൂടിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും നല്ല പോലെ തൊഴുതു. എല്ലായിടത്തും കയറി തൊഴുതതിന് ശേഷം നമ്മൾ അമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പം ബീച്ചിനകത്ത് തന്നെ, ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ചായ കുടിക്കാനായിട്ടിരിക്കുകയാണ്. കാരണം പാത്തുവിന് ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഗോവയിൽ പോയതിന് ശേഷം ആളെപ്പോഴും ബീച്ചിൽ പോകണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കും. അപ്പോൾ ബീച്ചൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ചായ കുടിക്കുകയാണെങ്കിൽ അവൾ വല്ലതും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ബീച്ച് സൈഡിലുള്ള ഹോട്ടലിൽ കയറി പക്കോട, ഒനിയൻ പക്കോടയും അതുപോലെ പൂരിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് പതുക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് 3 മണിയായപ്പോഴാണ് നമ്മൾ മുരുടേശ്വരം എത്തിയിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു നമ്മുടെ പ്ലാന്. നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയമായപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം അവിടെ നിൽക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിന് ചെന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ തിരക്കില്ലാതെ തൊഴുതിറങ്ങാനായിട്ട് സാധിച്ചു. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ മൂകാംബികയ്ക്ക് പോവുകയാണ്. അപ്പോൾ മൂകാംബികയ്ക്ക് പോകുന്ന വഴിയും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ മൂകാംബിക അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്കും അറിയില്ല, മനസ്സിനുണ്ടാകുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാനായിട്ട് പോകുമ്പോഴത്തെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ റൂം വന്നിട്ട് ഇതാണ്. അപ്പം നമ്മൾ ഹോട്ടലിൽ ചെക്കിനൊക്കെ ചെയ്ത് അപ്പം 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നോർമൽ ഫെസിലിറ്റീസ് ഉള്ള AC-യോട് കൂടി ഒരു റൂം തന്നെയായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് നടന്നു പോകാനായിട്ടുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ അമ്പലത്തിലേക്ക്. അപ്പം ഇവിടെ നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻ എല്ലാം ചേഞ്ച് ആക്കി. രാത്രിയിൽ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഒന്നുകൂടി രാവിലെ പോയി തൊഴാമെന്ന് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്ലാൻ മാറി. പിന്നെ എല്ലാവരും കുളിച്ച് ഫ്രഷായി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വൈകിട്ട് 8 മണി വരെ അമ്പലം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിന് മുന്നായിട്ട് കയറി നല്ലപോലെ തൊഴാൻ പറ്റുകയാണെങ്കിൽ തൊഴുതിട്ട് ഇറങ്ങാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി തൊഴുതിട്ട് പോരാമെന്നും പറഞ്ഞ് നമ്മൾ കയറിയതാണ്. പക്ഷേ അമ്മ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ലോ. നമ്മൾ അങ്ങോട്ട് ചെന്ന ആ ഒരു നടക്കിലേക്ക് ചെല്ലുമ്പോൾ അമ്മ നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വരികയാണ് ഉണ്ടായത്. കണ്ണ് നിറച്ച് ഞാൻ അമ്മയെ തൊഴുതു. ഞാനെന്നല്ല, ഞങ്ങളെല്ലാവരും കണ്ണ് നിറച്ച് തൊഴുതു. കാരണം അമ്മ മുന്നിലേക്ക് ഇറങ്ങി വന്ന ഒരു ഫീല്. കറക്റ്റ് സമയത്ത് അമ്മ നമ്മളെ വിളിപ്പിച്ചു, അല്ലെങ്കിൽ എത്തി. വൈകുന്നേരം തന്നെ അമ്പലത്തിൽ പോയി തൊഴാനൊക്കെ തോന്നിച്ചതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. കാരണം അകത്ത് കയറി തൊഴുന്നതിന് മുന്നായിട്ട് തന്നെ അമ്മ നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുകയായിരുന്നു. ഒരുപാട് സമയം അങ്ങനെ നിന്ന് തൊഴാനായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഭാഗ്യം കൂടെ ലഭിച്ചു. കാരണം ഒരുപാട് ടൈം അമ്മ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കൺമുന്നിൽ തന്നെ. പിന്നെ ആണെങ്കിൽ സ്വർണ്ണ രഥത്തിൽ അമ്മ ഇങ്ങനെ ഇരുത്തി എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നേരിട്ട് മുന്നിൽ നിന്ന് തന്നെ കാണാനായിട്ട് പറ്റി. ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സ് ഒരുപാട് നിറഞ്ഞു. അതിനുശേഷം നമ്മൾ ക്യൂ നിന്ന് അമ്പലത്തിനകത്ത് കയറി തൊഴാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിനകത്തേക്ക് കയറണോ വേണ്ടയോ, തിരക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കയറാൻ പറ്റുകയല്ല നമ്മൾ വിചാരിച്ചു. കാരണം അതുപോലെ ആളായിരുന്നു കേട്ടോ. ഭയങ്കരമായ ക്യൂ ആയിരുന്നു അമ്മയെ കാണാനായിട്ട്. പക്ഷേ ഇത്രയും തിരക്കുകളാണെങ്കിൽ പോലും നമുക്ക് വളരെ ഭംഗിയായിട്ട് അമ്മയെ കയറി തൊഴുത് ഇറങ്ങാനായിട്ട് സാധിച്ചു. ഒരുപാട് തിരക്കുകളിലൊന്നും പെടാതെ. ഇതെല്ലാം ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് അതിതീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും, നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും, കാലതാമസമുണ്ടായാലും, നമ്മുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായും
നമ്മൾക്കത് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിപ്പോൾ ചെറുതോ വലുതോ ആയി എന്ത് കാര്യമാണെങ്കിലും അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആഗ്രഹങ്ങളും കൂടെ മനസ്സിലാക്കി അവരെ കൂടെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മളെക്കൊണ്ട് സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സാധിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം. ആഗ്രഹങ്ങൾ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആയിട്ട് ഞാൻ കരുതുന്നത്. എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ രാത്രിയിൽ അമ്പലത്തിൽ തൊഴുതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ എണീറ്റ് വീണ്ടും എല്ലാവരും കുളിച്ച് ഫ്രഷായി ഒന്നുകൂടെ അമ്മയെ കണ്ട് തൊഴുതിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും അമ്മയുടെ നടക്കിലേക്ക് എത്തിയതാണ്. ഇവിടെ രാവിലെ വന്നപ്പോഴും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് മൂകാംബികയിൽ എഴുത്തിനിരുത്താനായിട്ട്, ആദ്യക്ഷരം കുറിപ്പിക്കാനായിട്ട് ഓരോരുത്തർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ പാത്തുവിനെ നമുക്ക് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന് തൊഴിക്കാനായിട്ട് സാധിച്ചു. അതും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ രാവിലത്തെ തിരക്ക് നിങ്ങൾക്ക് കാണാം, ക്യൂ. അപ്പോൾ ഈ ഒരു ക്യൂ ഒന്ന് നിന്ന് തൊഴാനായിട്ടുള്ള സമയം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ 2 പേർക്ക് 500 രൂപയുടെ പാസ്സുണ്ട്. ആ ഒരു പാസ് എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഗോപുരം വഴി കയറി അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ 100 രൂപയുടെ പാസ് ഉണ്ട്. അതിനൊരു ചെറിയ ക്യൂ ഉണ്ടായിരിക്കും. ആ ക്യൂ നിന്നിട്ട് കയറണം. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ക്യൂ തന്നെ നിന്നതിന് ശേഷം മാത്രമേ കയറി തൊഴാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ക്യൂ നിൽക്കാതെ കയറി തൊഴാനായിട്ടും കേട്ടോ. അപ്പോൾ രാവിലത്തെ ക്യൂ നിങ്ങൾ കണ്ടല്ലോ, ഇത്രമാത്രം ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെയും നമ്മൾ അകത്ത് കയറി തൊഴാനായിട്ട് നമുക്ക് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് നല്ലപോലെ തൊഴുതിട്ട് തിരിച്ചിറങ്ങി. കാരണം രാത്രി നമ്മൾ അകത്ത് കയറി നല്ലപോലെ തൊഴുതായതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്രയും ക്യൂ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. ഇറങ്ങി ഉടനെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പുട്ടും കടലക്കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഹോട്ടലെന്ന് പറയുന്നത് അമ്പലത്തിനോട് ചേർന്ന് തന്നെയുള്ളൊരു ഹോട്ടലിൽ കയറിയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായത്. ഇത് നമ്മൾ ആ സമയത്ത് എടുത്ത കുറച്ചധികം ഫോട്ടോസാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് എനിക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഫേസ്ബുക്കിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.